ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ 27ാമത്തെ ശ്ലോകം കണ്ടു. അതായത് നമ്മുടെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും, അതായത് കരചരണങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭഗവതിക്കുള്ള ഉപാസനകളായിട്ട് ഭവിക്കണമേ എന്ന് പറഞ്ഞു വെച്ചു. ഇനി 28ാമത്തെ ശ്ലോകം. സുധാമാപ്യാസ്വാദ്യ പ്രതിഭയജരാമൃത്യുഹരിണീം വിപദ്യന്തേ വിശ്വേ വിദിശതമഖാദ്യാദിവിശദഃ കരാളം മെക്ഷേളം കബളിതവദകാലകലനാ ന ശംഭോസ്തന്മൂലം തവ ജനനി താടങ്കമഹിമാ. പദച്ഛേദം ചെയ്യാം. സുധാം അപി ആസ്വാദ്യ പ്രതിഭയജരാമൃത്യുഹരിണീം വിപദ്യന്തേ വിശ്വേ വിദിശതമഖാദ്യാദിവിശദഃ കരാളം യക്ഷേളം കബളിതവദ കാലകലനാ ന ശംഭോസ്തന്മൂലം തവ ജനനി താടങ്കമഹിമ. പദാർത്ഥം പറയാം. ഹേ ജനനി, അല്ലയോ മാതാവേ, വിശ്വേ പ്രപഞ്ചത്തിൽ വിദിശതമഖാദ്യാഃ ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയുള്ള ദിവിഷദഃ ദേവന്മാർ, പ്രതിഭയജരാമൃത്യുഹരിണി ഭയങ്കരങ്ങളായ ജരാമരണങ്ങളെ നശിപ്പിക്കുന്നതായ സുധാം അമൃതത്തെ ആസ്വാദ്യ അപി പാനം ചെയ്തിട്ടുകൂടി വിപദ്യന്തേ നാശത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. കരാളം ഭയങ്കരമായ ക്ഷേളം വിഷത്തെ കബളിതവദഃ ഭക്ഷിച്ചവനായ ശംഭോഹോ പരമശിവനെ കാലകലന ആയുഷ്കാലാവധി ന അസ്തി ഭവിക്കുന്നില്ല. തന്മൂലം അതിൻ്റെ ഹേതു തവ എന്താ കാരണം? നിന്തിരുവടിയുടെ താടങ്ക മഹിമ കർണാഭരണങ്ങളുടെ മാഹാത്മ്യമാകുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇന്ദ്രൻ ദേവേന്ദ്രന്മാരൊക്കെ, ബ്രഹ്മാവ് ഇന്ദ്രന്മാരൊക്കെ അമൃതപാനം ചെയ്തിട്ടും കൂടി അവർക്ക് ഇതിൽ നിന്നും മോചനമില്ല. ആ ജന്മത്തിൽ നിന്നും മന്വന്തരങ്ങൾ വരുമ്പോൾ ഇന്ദ്രനൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതായിരിക്കും ഇവിടെ പറയുന്നത്. മറ്റ് പുതിയ ഇന്ദ്രനായിട്ടെല്ലാം വരും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അമൃതത്തെ പാനം ചെയ്തിട്ടും കൂടി ആ മരണമായ കാര്യങ്ങളിൽ നിന്ന് രക്ഷയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിലോ മഹാദേവൻ ഈ കാളകൂട വിഷം പാനം ചെയ്തിട്ടും കൂടി ഭഗവതിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്, ഭഗവതിയുടെ താടങ്ക മഹിമ ഉള്ളതുകൊണ്ട്, അതായത് കർണകുണ്ടലത്തിൻ്റെ മഹിമ ഉള്ളതുകൊണ്ട്, അതായത് ദേവി പാതിവ്രത്യത്തിൻ്റെ അലങ്കാരമാണ്, നിത്യസുമംഗലിയാണ്. അതുകൊണ്ട് ഭഗവാനെ ഒരു കോട്ടവും തട്ടുന്നില്ല ഭഗവതിയുടെ സാന്നിധ്യം കൊണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ലളിതാ സഹസ്രനാമത്തിലൊക്കെ കണ്ടതാണ്. താടങ്ക യുഗളീഭൂത തവനോടുപ മണ്ഡല എന്നുള്ള ഒരു വരിയുണ്ട്. നമുക്ക് സാരം പറയാം. അല്ലയോ മാതാവേ, പ്രപഞ്ചത്തിൽ ബ്രഹ്മാദിദേവന്മാർ ഭയാനകങ്ങളായ ജരാമരണങ്ങളെ ഇല്ലാതാക്കുന്ന അമൃതത്തെ ആസ്വദിച്ചിട്ട് കൂടി കാലവശന്മാരായി നാശത്തെ പ്രാപിക്കുന്നു. ഭയങ്കരമായ വിഷത്തെ ഭക്ഷിച്ച കാളകൂട വിഷം അമൃത മഥന സമയത്ത്, പാലാഴി മഥന സമയത്ത് ഭക്ഷിച്ചിട്ടുണ്ട്. ഭയങ്കരമായ വിഷത്തെ ഭക്ഷിച്ച പാലാഴി മഥന സമയത്ത്
പരമശിവനാകട്ടെ കാലാവധി ഭവിക്കുന്നില്ല, കാലാവധിയൊന്നും ഇല്ല. അതിൻ്റെ കാരണം ഇന്ദിരുവടിയുടെ താടങ്കങ്ങളുടെ മാഹാത്മ്യങ്ങളാകുന്നു. അമ്മയുടെ കുണ്ടലങ്ങൾ, താടങ്കങ്ങൾ അത്രയും പാതിവൃത്തിയുള്ള അമ്മ ആയതുകൊണ്ട് അതൊരിക്കലും വീഴില്ല എന്ന് സാരം. പരമശിവന് വിപത്തിയുണ്ടായാൽ ഭഗവതിയുടെ കർണങ്ങളിലുള്ള താടങ്കങ്ങൾക്കും ഭ്രംശം സംഭവിക്കും. താടങ്കങ്ങളെ വീഴിക്കാനുള്ള ശക്തി കാലത്തിന് പോലും ഇല്ല എന്ന് പറയുന്നു. കാലത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾ ദേവിയുടെ താടങ്കങ്ങൾക്ക് അധീനങ്ങളാകുന്നു. അവിടുത്തെ പാതിവൃത്യ മാഹാത്മ്യം സർവാതിശയായി ആകുന്നുവെന്ന് ഇതിനാൽ വ്യക്തമാകുന്നു എന്ന് പറഞ്ഞു വെച്ചു. 28ാമത്തെ ശ്ലോകം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമോ തത്സത്. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാച മനസേന്ദ്രിയർവ്യാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതീൻ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.